കെ സി വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ മാനേജറായിരുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മെൻറ്ററായിരുന്നു കെ സി വേണുഗോപാൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നേരത്തെ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ആസാമിലേക്ക് പണം ഒഴുക്കാത്തത്. ആസാമിലേക്ക് പണം ഒഴുക്കി, പക്ഷേ പ്രശ്നം എന്താ, ആസാമിൽ പോയിട്ട് കെ സി വേണുഗോപാലിന് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ മൊത്തം BJP തൂത്തുപറക്കിക്കൊണ്ടു പോകുന്ന സമയമാണ്. അവിടെ അതിന് ചുമതലയേൽപ്പിച്ചിട്ടൊരു നേതാവുണ്ടായിരുന്നു, ഈ ഗോഗോയിയുടെ അവസ്ഥ പരിതാപകരമായിരുന്നു. അനാവശ്യമായ വിവാദമുയർത്തി അവിടെ അത്. പക്ഷെ അങ്ങനെയായിരുന്നില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതേ ഉള്ളൂ, അതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷേ കേരളത്തിലേക്ക് വളരെ കൃത്യമായി ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഇറങ്ങിയത്. അതിൽ കെ സി വേണുഗോപാലിൻ്റെ റോൾ തള്ളിക്കളയാൻ കഴിയില്ല. രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെ ഓഫ് കോഴ്സ് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ മത്സരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനാണ്. മത്സരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് VD സതീശനായതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്ന കപ്പാണ് എന്നൊന്നുമില്ല. പകരം VD സതീശന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 61 വയസ്സുണ്ട്. 63 വയസ്സുണ്ട് കെ സി വേണുഗോപാലിന്. 69 വയസ്സുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയ്ക്ക്. ഇതിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 3 നേതാക്കൾക്കും എന്താണ് അയോഗ്യത എന്ന് ചോദിക്കും. ഫസ്റ്റ് അയോഗ്യതയായിട്ട് പറയുന്നത് എന്താ? ഇദ്ദേഹം നിയമസഭയിലേക്ക് ഇപ്പോൾ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ, നിയമസഭയിൽ വരേണ്ട കാര്യമില്ലല്ലോ, കേന്ദ്രത്തിൽ നിൽക്കുകയല്ലേ, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇവിടെ മത്സരിച്ചിട്ടുണ്ട്. ഇതേ കെ സി വേണുഗോപാലിനെ എങ്ങനെയാണ് നിയമസഭാംഗമായിരിക്കുന്ന സമയത്ത് ലോക്സഭാംഗമാക്കിയത്? അന്ന് ലോക്സഭാംഗമാക്കാമായിരുന്നു. 2006 ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ട് 2009 ഒന്നാം UPA സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത്, രണ്ടാം UPA സർക്കാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനുശേഷം 2009 ഇദ്ദേഹത്തെ കൊണ്ടുപോയി, ഇദ്ദേഹത്തെ ലോക്സഭയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ലോക്സഭയിലെത്തി അദ്ദേഹം അവിടെ മന്ത്രിയുമായിട്ടുണ്ട്. അപ്പോൾ അന്ന് നിയമസഭയിൽ നിന്ന് രാജിവെപ്പിച്ച് ലോക്സഭയിലേക്ക് കെ സിയെ കൊണ്ടുപോയിട്ടുണ്ട്. കേരളത്തിൽ ചരിത്രം നേരത്തെ മാധു പറഞ്ഞതുപോലെ കഴക്കൂട്ടത്തും തിരൂരങ്ങാടിയിൽ നിന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ISRO ചാരക്കേസിന് ശേഷവും സാക്ഷാൽ AK ആന്റണി തന്നെ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. EK നായർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. EK നായർ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നത്? മാരാരിക്കുളത്ത് VS അച്യുതാനന്ദൻ തോൽക്കുകയും സുശീല ഗോപാലൻ മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിൽ നിന്ന് പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ EK നായർ മന്ത്രിസഭയിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ 3 ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കെ സിക്ക് നിലവിൽ MP സ്ഥാനത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ച കെ സിയെ അവിടെ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ സാങ്കേതികമായി അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ചരിത്രവും കീഴ്വഴക്കവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു അയോഗ്യതയൊന്നുമല്ല.